ഈ പരിപാടിക്കകത്ത് നല്ല റിസ്ക് ഉണ്ടല്ലോ. കാരണം ഈ കണ്ടോ 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 അടിപൊളിയാണ്. ഇത് ഞാൻ പറ്റിയാണ് തട്ടിപ്പാണ്. രാത്രിയല്ലേ കൂടുതൽ പാമ്പിനെ കാണാറുള്ളത്. ചിലപ്പോൾ മീൻ കുക്കായാൽ തന്നെ കിടന്ന് പിടച്ച്. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ രണ്ടുപേരുടെ അടിപൊളി ഒരു മീൻപിടുത്തത്തിന് ഇറങ്ങിയേക്കാണ് കേട്ടോ. സംഭവമൊക്കെ നിങ്ങളോട് പറയാം. ഉണ്ണിയെ ഒരുപാട് പേർക്ക് അറിയായിരിക്കും. നമ്മുടെ മീൻപിടുത്തമൊക്കെ ആയിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്, സീ ദ ട്രാവൽ എന്നുള്ള അടിപൊളി യൂട്യൂബ് ചാനലുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിൽ ഈ നേരത്തെയും മീൻ പിടിച്ചുള്ള അടിപൊളി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നല്ല ചേറുമീനെയും വാഹയും വേറെ എന്തായാലും മഞ്ഞക്കൂരിയും കൂടി ടാർഗറ്റ് ചെയ്ത് ഇറങ്ങിയേക്കാണ് കേട്ടോ. നമ്മുടെ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ചെമ്മീനാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും തുടങ്ങുമല്ലേ? എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? ഇന്ന് കത്തിക്കുമോ? തകർക്കും. നമ്മൾ ഈ കടന്നു പോകുന്ന സ്ഥലങ്ങൾ കണ്ടോ? ഇവിടേക്ക് ആൾതാമസമുള്ള സ്ഥലമാണോ? അവിടെ കൊണ്ട് തീരുവാ. കാണുന്ന വീഡിയോ കൊണ്ട് ഇവിടുത്തെ ആൾതാമസം തീരുവാണ്. ഇതുപോലെ ചെറിയ ചെറിയ തോടുകളും തുരുത്തുകളും പോലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇന്നത്തെ മീൻപിടുത്തം. അതായത് വെട്ടുചൂണ്ട വെക്കാനുള്ള പരിപാടി അല്ലയോ? വെട്ടുചൂണ്ട വെച്ചാൽ അടുത്തുണ്ട്. അതല്ലെങ്കിലും കണ്ടറിയാമല്ലോ, നമുക്ക് മീൻപിടുത്തക്കാർക്ക് കണ്ടറിയാം. ഇത് കണ്ടോ, ഈ മരങ്ങൾ ഇതുപോലെ ഇങ്ങനെ വളം നിൽക്കുന്നതിനിടയ്ക്കൊക്കെ ഈ മീനിന് താമസം, അത് അവരുടെ സ്റ്റേ അടിക്കാൻ പറ്റിയ സ്ഥലങ്ങളല്ലയോ? ഉണ്ടല്ലേ. അപ്പോൾ നമ്മളിത് ഈ കാട് കണ്ടു, ഇതുപോലുള്ള കാടുകളിനകത്ത് ഇങ്ങനെ വെട്ടുചൂണ്ട വെച്ച് കൊഞ്ച് കോർത്തങ്ങോട്ട് ഇടൂല്ലേ? ചെമ്മീൻ കോർത്തങ്ങോട്ട് ഇങ്ങനെ നമ്മൾ ചൂണ്ട അങ്ങോട്ട് കോർത്തിടാൻ പോകട്ടോ. അതെ, നല്ല ചെമ്മീന് ജീവനോടെ പിടയ്ക്കുന്ന ചെമ്മീൻ അങ്ങോട്ട് ഇട്ടിട്ട് അത് ഓടി നടക്കും കണ്ടോ. എൻ്റെ കാല് ഒടിച്ചിട്ട് അങ്ങോട്ട് ഇടും. ഇത് ഈ വെച്ചേക്കെന്താ പനങ്ങണയല്ലേ? ഇത് ഈ പനയുടെ കമ്പ് തന്നെ സംഭവം. മീൻ വെട്ടി കഴിയുമ്പോഴേ ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് കളിക്കണം. നമ്മൾ ടൈറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ മീൻ വെട്ടുമ്പോൾ കിട്ടും. അപ്പൊ ഒത്തിരി ഫ്ലെക്സിബിൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാലും പ്രശ്നമല്ലേ? ഇത്രയും തുമ്പിട്ടേക്കുന്നുണ്ട് ചോദിച്ചു. ഒരു കുഴപ്പമില്ല. ഇത് ഒടിയല്ല, പനങ്ങനല്ല. അതല്ല, ഈ ചേറുമീനാണ് പെട്ടെന്ന് വിഴുങ്ങിക്കോളൂ. പെട്ടെന്ന് ഇങ്ങനെ അടിച്ച് വീഴുന്നു. ഇത് ഇങ്ങനെ കിടന്ന് ഓടി കളിക്കുമല്ലേ? ചെമ്മീൻ കിടന്ന് കളിക്കണണ്ട. ഇത് ഓടി ഇങ്ങനെ കളിക്കും. അപ്പോൾ ഒറ്റടിക്കാൻ വീഴുന്നു. വിഴുങ്ങി കഴിയുമ്പോൾ ഹുക്കാവും, അകത്ത് കീറി പോകത്തു. ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് അപ്പോൾ കീറിപ്പോയില്ല, കീറിപ്പോകത്തില്ല. അപ്പൊ മീനും കിട്ടും. അതുപോലെ ഇതിന്റെ ഒടിഞ്ഞാലും അവിടെ അതിന്റെ വാലറ്റം കൊണ്ട് അപ്പുറത്ത് കെട്ടിയിട്ടുണ്ട്. അപ്പുറത്ത് നല്ല വില ഉള്ളൊരു കമ്പി കെട്ടിയിട്ടുണ്ട്. ഫ്ലെക്സിബിളാ, അത് ഫ്ലെക്സിബിളാ. അപ്പൊ നമുക്ക് തുടങ്ങാം. എടുത്തോണ്ട് പോയാൽ നമുക്ക് തുടങ്ങാം പരിപാടി. നമ്മുടെ ബൈറ്റ് കിടക്കുന്നുണ്ടോ? എന്താ ഇവന്മാരെ നമ്മളിന്ന് കോർത്തിട്ട് അങ്ങോട്ട് മീൻ പിടിക്കുന്നത് വേണ്ട. ഇനി നമുക്ക് നേരെ പോവാം. ഈ പോകുന്ന വഴിത്താരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേരെങ്ങനെയായിരുന്നു? മുണ്ടാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഇന്നത്തെ മീൻപിടുത്ത കാഴ്ചകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കല്ലറ പഞ്ചായത്തിൽ വരുന്ന സ്ഥലം, കോട്ടയം കല്ലറ പഞ്ചായത്തിൽ വരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം നേരെ അങ്ങോട്ട് പോകാൻ ഇതുപോലത്തെ അടിപൊളി തുരുത്തുകൾ പോലത്തെ സ്ഥലങ്ങളാണ്. ഒരുപാട് പാമ്പും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം ഇല്ലയോ? ഇത് ഏതോ കൂടുതലുള്ള പെരുമ്പാമ്പൂർ, പിന്നെ ബാക്കി ചേരകളാണ്. അപ്പോൾ നമ്മൾ രാത്രിയിൽ ഇറങ്ങുമ്പോൾ പാമ്പിനെല്ലാം രാത്രിയല്ലേ കൂടുതൽ പാമ്പിനെ കാണാറില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തീറ്റ രാത്രിയില്ല. നമുക്ക് രാത്രി ചിലപ്പോൾ കാണാൻ പറ്റും. ഇത് ഇതിന്ന് ഒടിഞ്ഞു പോയേ? ഇത് ഇന്നലെ ഒരാളടിച്ചത്, വലിയ ഒരാളടിച്ച് ഒടിഞ്ഞു വിട്ടു. ഒടിഞ്ഞു പോയാലും പണി. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കളിച്ചാൽ അവിടെ കിടക്കും, കുഴപ്പമില്ല. ചിലത് വലുതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടിച്ച് ഓടിച്ചു കളയില്ലേ? അപ്പോൾ നമ്മൾ അടുത്ത കമ്പയിൽ ഇങ്ങനെ കെട്ടിയിടാൻ പോകണേ. അപ്പം എത്ര ചൂണ്ടയാണ് മൊത്തം നിങ്ങൾ കെട്ടി വെച്ചേക്കുന്നത്? അത് ഓർക്കണം, എന്നാലും ഒരു 10-35 കാണും. 10-35 ചൂണ്ടയൊക്കെ നമ്മളെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 4-5 മീനെങ്കിലും കിട്ടുമോ? ഉറപ്പായിട്ട് കിട്ടും. ഈ ചെറുമീനാണ്ട് കിട്ടിയ വിലയുണ്ടല്ലോ. വില അതുകൊണ്ട് കുഴപ്പമില്ല, മെനക്കെട്ടിനുള്ള പരിപാടി കിട്ടില്ലേ? അത് കിട്ടും. അപ്പോൾ ഇതിനകത്ത് കൂടെ നമ്മൾ മീനെ അങ്ങോട്ട് കോർത്തിടാൻ വേണ്ടി പോകണേ. നമ്മൾ ഓരോ ചെമ്മീൻ അങ്ങോട്ട് എടുക്കുക. ഇതാകണ്ട, ഇതുപോലെ അങ്ങോട്ട് ജീവനോട് അങ്ങോട്ട് കോരത്ത് അങ്ങോട്ട് ഇടും. നേരെ അതിൻ്റെ വയറ്റിൻ്റെ ഉതുക്കിൻ്റെ ഭാഗത്തോടെ ഇങ്ങോട്ട് കോർത്തിട്ട് നേരെ ഇങ്ങോട്ട് ഇട്ടും. വെള്ളത്തിൽ കിടന്ന് ഓടിക്കളിക്കുന്ന കാണിച്ച് കണ്ട, ഇങ്ങനെ കിടന്ന് അങ്ങോട്ട് ഓടിക്കളിക്കും കണ്ട. അപ്പോൾ അതേ വേറെ മീൻ കാണുന്നുണ്ടെങ്കിൽ കയറി ഈ പരിപാടിക്കകത്ത് നല്ല റിസ്ക് ഉണ്ടല്ലോ. കാരണം ഈ കാട്ടിൽ ഇങ്ങനെ കയറി കിട്ടുമ്പോൾ നിങ്ങൾ രാത്രി വന്ന് നോക്കുമ്പോൾ ഇതുപോലെ കാട്ടിൽ കയറിയിട്ടല്ലേ കെട്ടാൻ പറ്റത്തുള്ളൂ. അതാ പറഞ്ഞു, ഞാൻ പലപ്പോഴും രാത്രി മീൻ പിടിക്കാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള മരത്തിൽ കയറി ചുറ്റി നല്ല വിഷമുള്ള പാമ്പ് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ ഏറ്റവും കൂടുതൽ കുറേ പേരുടെ ഒരു സംശയം എന്താ അറിയോ, ഈ നമ്മുടെ ചെറുമീനൊക്കെ രാത്രി ചൂണ്ടലടിക്കുമെന്ന്. ചൂണ്ടലടിക്കുമെന്നാ? കാരണം കാസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ. അത് എൻ്റെ ഒരു കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് അങ്ങനെ ഒരു സാധനം വന്നായിരുന്നു. എന്താ സംഭവം? എന്തുവാ ഈ ചെറുമീൻ? ചെറുമീൻ്റെ ഈ കഴിഞ്ഞ ഈ വെട്ടിട്ട് ചെറുമീൻ പിടിക്കുന്നതിനകത്ത് ഒരു ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് വന്നു, ഇത് ഞാൻ പറ്റിയാണ്, തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, മീനുകളൊന്നും ചെറുമീൻ ഒരിക്കലും രാത്രി തീറ്റ അടിക്കണം. ഇതെന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണ് തിളങ്ങണ മീൻ രാത്രി നമ്മൾ ടോർച്ച് അടിക്കുമ്പോൾ കണ്ണ് തിളങ്ങണ എല്ലാ മീനുകളും രാത്രിയും തീറ്റ ഇടണം. കണ്ണ് തിളങ്ങണ മീൻ, കണ്ണ് തിളങ്ങുന്ന മീൻ രാത്രി ടോർച്ച് അടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ രാത്രി മീൻ പിടിക്കാൻ കൂടുതലായിട്ട് പോകുന്നുണ്ട്. നമുക്ക് കണ്ണ് തിളങ്ങണ മീനെല്ലാം രാത്രിയിലും തീറ്റ തേടും, രാത്രിയിലും പകലും തേടും. ഏറ്റവും കൂടുതൽ രാത്രി വരാൽ ഐറ്റംസിൽ നാടൻ വരാലും ചെറുമീൻ
ഉറപ്പായിട്ട് തീറ്റ ഓക്കെ. ആകെ അത്രയും പിടിക്കല. പക്ഷെ നാടൻ വരാൻ നമ്മുടെ ലൂറ് പോലെ അല്ലല്ലോ ഇതില്ലേ? അല്ലല്ല, ഇത് ലൈവ് ബൈറ്റല്ലേ, ലൈവ് പറ്റില്ല, അപ്പം പെട്ടെന്ന് ഇരിക്കും. ഏറ്റവും കൂടുതൽ രാത്രിയിലാണ് ഇതിന് തീറ്റ. ഇതിൽ നമ്മൾ ഒരുപാട് താറാവ് കൂട്ടങ്ങളൊക്കെ കണ്ടാണ് കേട്ടോ പോകുന്നത്. ചെറിയ കുഞ്ഞു വള്ളങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഒരു കൂടുതലും നമ്മുടെ യാത്രാമാർഗമായിട്ട് വള്ളത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത്. വള്ളമാണ്, ഇങ്ങോട്ട് വണ്ടികളൊന്നും വരികയില്ല. ഇങ്ങോട്ട് വണ്ടികളൊന്നും വരില്ലേ? അതുപോലത്തെ ഒരു സ്ഥലമാണ് ഇതില്ലേ? ഒരു ദ്വീപ, ഇങ്ങോട്ട് വണ്ടിയില്ല. ഇവിടെ ഉള്ളവരുടെ ബെൻസും BMW ആക്കണം. നമ്മൾ കുട്ടനാടിൻ്റെ ഉള്ളേരിയകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ ഇപ്പോഴും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് ആ സെയിം സാധനം തന്നെ. അപ്പർ കുട്ടനാടാണ്, കുട്ടനാടിൻ്റെ അപ്പർ കുട്ടനാടാണ് ഇതോ. ആഹാ, ഇത് നേരെ പോകണം ആലപ്പുഴക്കുള്ള വഴിയാണ്. ആലപ്പുഴക്കുള്ള വഴിയാണ് കേട്ടോ. നേരെ കാണുന്നത്. നേരെ നമുക്ക് ചോദിച്ചു പോകാലോ. മരങ്ങളീ കണ്ട ഈ രണ്ട് സൈഡിലും ഇത് കാട്ടാത്ത കണ്ടല ഇനത്തിൽപ്പെട്ടതാ. സാധാരണ നമ്മുടെ നാടനകത്തെ ഇല പോലെ ഉണ്ടല്ലേ? അത് തന്നെ കായ, അത് സെയിം സാധനം. പക്ഷെ കാട്ടാത്ത എന്ന് പറഞ്ഞ സാധനം തിന്നാൻ പറ്റില്ല. കാട്ടാത്ത എന്ന് പറഞ്ഞ സാധനം നിറച്ച് മീനുണ്ട്, പക്ഷെ കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വള്ളത്തെ വന്ന് മാത്രമേ പണി നടക്കൂ. വള്ളത്തെ വന്നാൽ പറ്റൂല്ലേ? അതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്രയും കൂടുതൽ ചേറുമീനും വരാനും കിടക്കണം. ഇവിടെ അധികം ജനവാസ മേഖലയല്ലേ? ഇങ്ങോട്ട് അധികം ആർക്കും എത്തിപ്പെടാൻ പറ്റില്ല. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തുനിന്ന് വരാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് അങ്ങനത്തെ ഒരു ഏരിയ. പുറത്തുനിന്ന് ഒരിക്കലും ഒരു മനുഷ്യൻ വന്ന് പെട്ടുപോയാൽ പിന്നെ പുറലോകം കാണിക്കണം. പക്ഷെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് കോട്ടയത്ത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും സത്യം കേട്ടോ. നമുക്ക് വീഡിയോകളിലൂടെ അല്ലെങ്കിൽ വാക്കുകളിലൂടെ വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം കേട്ടോ. പകലിൽ കാണുന്ന രീതിയല്ല, രാത്രി ആകുമ്പോൾ ഒരു ഭീകരത. രാത്രി ആകുമ്പോൾ ഇവിടെ ഞങ്ങൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയിലൂടെ ഒരു മീൻപിടുത്തമുണ്ട്. രാത്രിയാണ് വരാൻ പോകുന്നത്. രാത്രി വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ ഈ കാണുന്ന ആൾക്കാരൊക്കെ കയറി ഒരു 6-6 ആകുമ്പോൾ കയറി എല്ലാം കിടക്കും. ഇവിടെ പിന്നെ ഉള്ളത് പാമ്പും മരപ്പെട്ടിയും കാട്ടുമാക്കാനും മാത്രമേ. പിന്നെ ഞങ്ങളെ പോലെ നല്ല ചൂണ്ടായിട്ട് കാര്യം. പക്ഷെ ഭയങ്കര രസമാണ്. ഉണ്ണി തന്നെയല്ലേ വന്ന് മീൻ പിടിക്കുന്നത്? ഞാൻ തന്നെ. അപ്പൊ അതിന് ഇത് റിസ്ക് ഇല്ലേ? ജനിച്ചു വളർന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് രസമാണ്. ഇപ്പൊ ഇവിടെയൊക്കെ വരുമ്പോ രസമാണ് അതൊക്കെ. ഇവിടെ ഇപ്പം താമസം ഇല്ലെന്നോ ഇല്ലേ? എല്ലാവരും താമസം ഇതൊക്കെ ഒരുപാട് പഴഞ്ചൻ വീടുകൾ പോലെ ജനലുകളെല്ലാം പൊളിഞ്ഞ് ഉപേക്ഷിച്ച് പോയി. കാരണം എല്ലാവരും ഇപ്പൊ റോഡ് സൗകര്യം വണ്ടികളൊന്നും എത്താത്തതുകൊണ്ടേ എല്ലാവർക്കും ഒരു ജീവിത സാഹചര്യം പോരാ ഇവിടെ ഇല്ലയോ? അതാണ് എല്ലാവരും വിട്ടുപോയി. യാത്രാ സൗകര്യങ്ങളില്ല. അതുകൊണ്ട് എല്ലാവരും ഉള്ള വീടുകളൊക്കെ പഴയ പണ്ടൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. ഏറ്റവും വലിയ ഒരു സമ്പന്നമായ സ്ഥലമായിരുന്നു. കാരണം മറ്റേ ആലപ്പുഴ ലോഡും വള്ളങ്ങളൊക്കെ പോയിക്കൊണ്ട് സ്ഥലം കച്ചവട മാർഗ്ഗമായിരുന്നു ഇത് ഏറ്റവും. ഇവിടെ വലിയൊരു ചന്ത ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം പോയി, ആളുകളൊക്കെ ഇവിടെ നിർത്തി പോയില്ലേ? ചന്ത, സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നു, മിൽമ സ്റ്റോർ, ബൂത്ത്, പഞ്ചായത്ത് ഓഫീസ്, അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. കാരണം അറിയോ, വള്ളത്തെ പോകുന്നവർ കാണരുത്, ചൂണ്ട കിടക്കണം. അതിന് വേണ്ടി കറുത്ത അറിയില്ല, കറുത്ത ഇട്ട് കഴിഞ്ഞാൽ വള്ളത്തെ പോകുന്നവർ കാണില്ല. അല്ലെങ്കിൽ ആൾക്കാർ അടിച്ചോണ്ട് പോകും. പിന്നെ അറിയണ എങ്ങനെ അറിയോ, ഈ മീൻ വെട്ടിക്കഴിയുമ്പോൾ ഇത് കിടന്ന് പിടയ്ക്കും. കാട് കിടന്ന് പിടയ്ക്കുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും. കാട് മൊത്തം വലിച്ചു താത്തും. അപ്പോൾ അറിയാൻ പറ്റും. അന്നേരം ഇതൊക്കെ വന്ന് എടുത്തിട്ട് പോയി. ഞങ്ങളങ്ങനെ ചൂണ്ടയൊക്കെ കെട്ടി കഴിയാറായി കേട്ടോ, ഇല്ലയോ? അപ്പം നമ്മൾ നേരെ ഇനി വീട്ടിൽ പോവാണ്. തിരിച്ച് ഉണ്ണിയുടെ വീട്ടിലോട്ട് പോയിട്ട് നമ്മൾ കുറേ നേരം കഴിഞ്ഞ് ഇനി രാത്രി നോക്കുന്നുണ്ടോ? രാത്രി ഒരു ട്രിപ്പ് വന്ന് നോക്കും, എന്നിട്ട് വീണ്ടും നമ്മൾ തീറ്റി ഓർക്കും, എന്നിട്ട് രാവിലെ വന്നിട്ട് അടുത്ത ട്രിപ്പ് നോക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇനിയും ഉള്ള വീഡിയോസ് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലെന്നല്ല, ഇരുട്ടായി തുടങ്ങി, ഇല്ലയോ? ഇനി രാത്രിയിലുള്ള പരിപാടി. ഇനി നമ്മൾ രാത്രിയിലുള്ള പരിപാടിയാണ്. അപ്പം നേരെ മീൻ എടുക്കാനുള്ളവർ രാത്രിയിൽ എടുക്കാനുള്ളവരെ നോക്കി വരും, മീൻ എടുക്കാനും കൂടെ നമ്മൾ വരും. അതെ, ഗുണ്ടകളായിട്ട്. അപ്പം കേട്ടോ, അപ്പം മീൻ എടുക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മീൻ എടുക്കരുത്. കാരണം ഇത്രയും മെനക്കെട്ട് ഞങ്ങൾ ഇന്നിവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കോർത്ത ചൂണ്ട, അതായത് നമ്മൾ ഇരുട്ടി തുടങ്ങിയിട്ടുള്ളൂ കണ്ടോ, കുറച്ചൊക്കെ വെട്ടം ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കോർത്ത ചൂണ്ടയിൽ അത് മീൻ അടിച്ചിട്ടുണ്ട്. എന്ത് മീനാണെന്ന് അറിയത്തില്ല. എന്ത് മീൻ ഉണ്ണി? അത് വലിയ കണ്ടിട്ട് ചെറുമീനായിരിക്കും. അത് സ്ഥിരം ഇങ്ങനെ കുത്തിക്കൊണ്ട് വെക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ. നമുക്ക് നോക്കാം, ഏത് മീനാന്ന് നോക്കാം. പിടിച്ച് നോക്കട്ടെ. പതിയെ നമ്മൾ മീനെ എനിക്ക് വെള്ളം ഒത്തിരി കയറണ്ട. ഏട്ടാ, മഞ്ഞക്കുരി. നിങ്ങളിവിടെ എന്താ മഞ്ഞക്കുരി എന്നാണ് പറഞ്ഞത്, ഏട്ടക്കുരി എന്നാണ് പറഞ്ഞത്? മഞ്ഞക്കുരിയാ. നമ്മുടെ നാട്ടിൽ ഇനി ഏട്ടക്കുരി എന്നും പറയാറുണ്ട് കേട്ടോ. ഇത് പിന്നെ പോകുന്ന പേടിക്കണ്ട, ഉടക്കിയാലൊരു ഉടക്ക് തന്നെയാണ്. ഇത് വെള്ളത്തിൽ ഇട്ട് വേണ്ട, നല്ല സൈസുള്ള കേട്ടോ, ഒരു 1/2 കിലോ സൈസുള്ള സാധനം. ഫസ്റ്റ് മീൻ ഏട്ടക്കുരിയെ തുടങ്ങി നമ്മൾ ഏട്ടയിൽ. നമ്മൾ ആ പകല് വന്ന സ്ഥലത്തോട്ട് നമ്മൾ രാത്രി കിട്ടുന്ന കൊഞ്ചയിലടിക്കുന്ന കൂലിയാണ്.